എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ തിരുനാഗപ്പള്ളി. നമ്മൾ SCRT സ്മാർട്ട് വർക്കൗട്ട് ചലഞ്ച് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 5ാമത്തെ ക്ലാസ്സിലെ 7ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓരോ ചാപ്റ്ററും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിയും ആ കാര്യങ്ങൾ അതിനകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് വ്യാധികൾ പടരാതിരിക്കാൻ. മൂന്നാമത്തത് ജലം നിത്യജീവിതത്തിൽ. നാലാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ. അടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? കയ്യെത്തും ദൂരത്ത് ആകാശം. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഊർജ സ്രോതസ്സുകൾ. ഇനി 7ാമത്തെ ചാപ്റ്റർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഇന്ദ്രിയജാലം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഊർജ സ്രോതസ്സുകൾ എന്ന ചാപ്റ്ററിലെ ഒരു 4 ചോദ്യം, ഒരുപാടൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, ഒരു 4 ചോദ്യം, കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നമ്മുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. 4 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചോദിക്കുകയാണ്. കമന്റ് ചെയ്തോളൂ, വേഗം കമന്റ് ചെയ്തോളൂ. ഒന്നാമത്തെ ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. എന്താണ്? നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഊർജ്ജ സ്രോതസ് എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ഓപ്ഷൻ എ ദ്രവ്യം, ഓപ്ഷൻ ബി ബലം, ഓപ്ഷൻ സി ഊർജം, ഓപ്ഷൻ ഡി പിണ്ഡം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരെന്തായിരുന്നു? ഓപ്ഷൻ സി ഊർജം. എല്ലാവർക്കും കിട്ടിക്കാണും അല്ലെ? ഇനി രണ്ടാമത്തത്, ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ജലമാണോ, സസ്യങ്ങളാണോ, സൂര്യനാണോ, മണ്ണാണോ? എല്ലാവർക്കും വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ജലം അല്ലെന്ന് നമുക്കറിയാം, അതേപോലെ സസ്യങ്ങളല്ലെന്നും അറിയാം, മണ്ണല്ലെന്നും അറിയാം. പിന്നെ ഏതാണ്? ഓപ്ഷൻ സി സൂര്യനാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. ഓപ്ഷൻ എ സൗരോർജം, ഓപ്ഷൻ ബി വേലിയോർജം, ഓപ്ഷൻ സി കൽക്കരി, ഓപ്ഷൻ ഡി ജൈവവാതകം. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഊർജ സ്രോതസ് നമ്മൾ പഠിച്ചായിരുന്നു. പാരമ്പര്യ ഊർജ സ്രോതസ് മാത്രമല്ല, നമ്മൾ പുതുക്കാൻ കഴിയുന്നത്, പുതുക്കാൻ കഴിയാത്തത് അല്ലെ, നോൺ റിന്യൂവബിൾ സോഴ്സസ്, എനർജി സോഴ്സസ്, അതേപോലെ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി കൽക്കരിയാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സൗരോർജം, ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജം, ഓപ്ഷൻ സി പെട്രോളിയം, ഓപ്ഷൻ ഡി തിരമാലയിൽ നിന്നുള്ള ഊർജം. ഏതാണ്? എല്ലാവർക്കും കിട്ടിയല്ലേ? ഏതാണ്? ഓപ്ഷൻ സി പെട്രോളിയം ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഊർജ സ്രോതസ്സുകൾ എന്ന പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന 7ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ദ്രിയജാലം. 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയജാലം. ഒരുപാട് നീട്ടി വലിച്ചൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അതിനകത്തെ പോയിന്റ്സ് മാത്രം പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പൊ നോക്കിക്കോ, ഇവിടെ കുറെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻസെക്ട്സിന്റെ ഒക്കെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കേ, നായ. ആദ്യം കൊടുത്തിരിക്കുന്ന നായയെ പറ്റിയാണ്. ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു അല്ലെ? നായയുടെ പ്രത്യേകതയാണ് എന്ത്, ചെറിയ ശബ്ദമുണ്ടെങ്കിലും നായ പെട്ടെന്ന് തിരിച്ചറിയും. അടുത്ത് നോക്കൂ, ഗരുഡൻ അല്ലെങ്കിൽ നമുക്ക് പറയാം വൾച്ചർ അല്ലെ? വൾച്ചർ എന്ന് പറയാം. വൾച്ചർ എന്താണ്? വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും അല്ലെ? താഴെ ഒരു കോഴി നിന്നാൽ അത് ദൂരെ നിന്ന് തന്നെ അതിന് കാണാൻ സാധിക്കും. അതാണ് പെട്ടെന്ന് അത് റാഞ്ചിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. അപ്പം കഴുകൻ അല്ല എങ്കിൽ ഗരുഡന്റെ പ്രത്യേകത എന്താണ്? വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് പെട്ടെന്ന്, ഗരുഡൻ അല്ലെങ്കിൽ കഴുകന് പെട്ടെന്ന് കാണാൻ സാധിക്കും. അടുത്ത നോക്കിയേ, ശലഭം, ചിത്രശലഭം എന്താണ്? എന്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. നമ്മളിപ്പോ അറിയുന്ന കാര്യമാണ്, ചിലവരൊക്കെ ഇപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും അല്ലെ? എന്താണ് ചിത്രശലഭത്തിന്റെ പ്രത്യേകത? അതിന്റെ കാലുകൾ ഉപയോഗിച്ച് അതിന് രുചികൾ തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത നോക്കൂ, കരടിക്ക് എന്താണ്? എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ സാധിക്കും. നേരിയ ഗന്ധം വരെ കരടിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അടുത്തത് മുതല. എന്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. പാറ പോലെയാണ് ക്രൊക്കഡൈൽ അല്ലെങ്കിൽ മുതലയുടെ ശരീരമെങ്കിലും എവിടെ തൊട്ടാലും മുതലയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഈ ഓരോന്നിന്റെയും ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അവയ്ക്ക് ഓരോ സ്പർശനമായാലും രുചിയായാലും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതായാലും എല്ലാം പെട്ടെന്ന് ഓരോന്നിനും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അല്ലെ? ഈ ഒരു ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഡയഗ്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ജീവി അവയവം പ്രത്യേക കഴിവ്. നമ്മൾ പറഞ്ഞു അല്ലെ, പരുന്തിന്റെ അവയവം കണ്ണാണ്, പ്രത്യേക കഴിവ്, കണ്ണിനുള്ള പ്രത്യേക കഴിവ് എന്തായിരുന്നു? ദൂരക്കാഴ്ചയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പരുന്തിന്റെ. അടുത്ത പൂമ്പാറ്റി എടുത്തപ്പോൾ നമ്മൾ പറയുന്ന ഏതായിരുന്നു? കാലുകളായിരുന്നു അല്ലെ? കാലുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? രുചി തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ് പൂമ്പാറ്റിയുടെ കാലുകൾ. അടുത്ത മുതല, മുതലയുടെ നമ്മൾ പറഞ്ഞു ത്വക്കല്ലേ, ത്വക്കാണ് അവയവം, പെട്ടെന്ന് തൊട്ടാല് അറിയാൻ സാധിക്കും. അതേപോലെ നായക്ക് എന്തായിരുന്നു? ശബ്ദം, കേൾവിയാണ് അല്ലെ? ചെറിയ ശബ്ദം പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കരടിക്ക് എന്തായിരുന്നു? മൂക്കാണ് അല്ലെ? കാരണം എന്താ? അവയവം മൂക്കാണ്, പെട്ടെന്ന് ഗന്ധം തിരിച്ചറിയാൻ സാധിക്കും. ഇത് നമ്മൾ അവിടെ പഠിച്ചതാണ്, അതിന്റെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ. ഏതൊക്കെ അവയവങ്ങളാണവ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, അങ്ങനെ 5 അവയവങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 അവയവങ്ങൾ ഏതാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഒന്ന് ഓർത്തിരുന്നോളുക. അങ്ങനെയാണെങ്കിൽ അടുത്തത്, തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ളവയുണ്ട്, തലയുടെ വശങ്ങളിൽ കണ്ണുകൾ ഉള്ളവയുണ്ട് അല്ലെ? നോക്കൂ, നമുക്ക് തന്നെ നോക്കാം. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ. അപ്പൊ മുൻവശത്ത് കണ്ണുകളുള്ളവ ആരൊക്കെയാണ്? കടുവ. കടുവയ്ക്ക് മുൻവശത്തല്ലേ കണ്ണ്? അതെ. സിംഹത്തിന് എവിടെയാണ് കണ്ണ്? മുൻവശത്തല്ലേ കണ്ണ്? സിംഹത്തിന് മുൻവശത്താണ് കണ്ണ്. പൂച്ചയ്ക്ക് മുൻവശത്തല്ലേ? നായയ്ക്ക് മുൻവശത്തല്ലേ? അപ്പം കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലേക്കും കാഴ്ച കിട്ടും. കോഴിക്ക് 2 സൈഡിലും ഉണ്ട് അല്ലെ കണ്ണ്? അപ്പം തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് എന്താണ് സാധിക്കുന്നത്? 2 വശങ്ങളിലേക്കുമുള്ള കാഴ്ച സാധിക്കുന്നു. അപ്പൊ ഈ മാൻ, തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവയാണ് മാന്, മുയല് തുടങ്ങിയ ജീവികൾ. ഈ മാൻ, മുയൽ എന്നിവയ്ക്ക് മറ്റ് ശത്രു ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഈ ഒരു കാഴ്ച സഹായിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ളവയാണ് കടുവ, സിംഹം പോലുള്ള മൃഗങ്ങള്. തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവയാണ് മാന്, മുയല്, കോഴി തുടങ്ങിയവയെല്ലാം. അപ്പം ഈ തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ളവയ്ക്ക് ആ ഒരു വസ്തുവിന്റെ അകലവും സ്ഥാനവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. എന്നാല് മാന്, മുയല് എന്നിവയുടെ കണ്ണുകൾ എവിടെയാണ്? തലയുടെ വശങ്ങളിലാണ്. അങ്ങനെ വശങ്ങളിലാണെങ്കിൽ ശത്രുക്കളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ അതിന് 2 സൈഡും കാണാൻ പറ്റും അല്ലെ? അപ്പം ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അവയ്ക്കത് സഹായകമാകും. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കൂ, പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങുകയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും അല്ലെ? നേരിയ വെളിച്ചമാണെങ്കിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. അതേപോലെ തന്നെ നോക്കൂ, പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് അല്ലെ? നമ്മളൊന്ന് പൂച്ചക്കണ്ണെന്നൊക്കെ ചിലവര് പറയും അല്ലെ? പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി എന്ത് ചെയ്യുന്നു? പകൽ വെളിച്ചത്തിൽ ചുരുങ്ങും, രാത്രിയിൽ പരമാവധി വികസിക്കും. അതുകൊണ്ട് തന്നെ അതിന് നേരിയ വെളിച്ചത്തിൽ തന്നെ കാഴ്ച സാധ്യമാകും. അടുത്ത മൂങ്ങയുടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. മരയോന്ത് പഠിക്കുമ്പം ക്ലിയർ ആയിട്ട് ഒരു കാര്യം പഠിച്ചോളുക. വ്യത്യസ്ത ദിശകളിലേക്ക് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന
ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് മരയോന്താണ്. ക്ലിയർ ആയോ? ഒരേ സമയം തന്നെ കണ്ണുകളെ എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി ഏതാണ്? മരയോന്താണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുമ്പം നമുക്ക് അങ്ങനെ പറയാം. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറയും. 7, 8, 9 ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിക്കും. അപ്പം ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക. അടുത്തത് നേത്ര രോഗങ്ങളാണ്. നേത്ര രോഗങ്ങളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. നേത്ര രോഗങ്ങൾ ഇവിടെ ഒരു ചെങ്കണ്ണ് പടരുന്നു. നമുക്ക് ആ ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ് ചെങ്കണ്ണിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെങ്കണ്ണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ചെങ്കണ്ണെന്ന് പറയുന്നത്? നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് എന്ത്? ചെങ്കണ്ണെന്ന് പറയുന്നത്. നമ്മൾ ഇനി വരുമ്പോൾ ചെങ്കണ്ണിനെ പറ്റി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് എന്ത്? ചെങ്കണ്ണ് എന്ന് പറയുന്നത്. മദ്രാസ് ഐ, പിങ്ക് ഐ എന്നിങ്ങനെയാണ് ചെങ്കണ്ണ് അറിയപ്പെടുന്നത്. ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിച്ചിരുന്നോളുക. ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്താണ്? കണ്ണിൽ വേദന അനുഭവപ്പെടുന്നു, കണ്ണ് ചുവന്ന നിറത്തിലാകുന്നു, കണ്ണിലെ പഴുപ്പ്, തലവേദന, പനി എന്നിവയെല്ലാം ഉണ്ടാകുന്നു. കണ്ണിൽ പഴുപ്പുണ്ടാകും, തലവേദന ഉണ്ടാകും, പനി ഉണ്ടാകും. ഇതൊക്കെയാണ് ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. ഇനി നോക്കൂ, അടുത്തത് കുട്ടികൾക്കിടയിലാണ് ചെങ്കണ്ണ് വേഗത്തിൽ പകരുന്നത്. അതുകൊണ്ട് തന്നെ സമ്പർക്കത്തിലൂടെ അവർ തൊട്ട വസ്തുക്കളൊന്നും തൊടാതിരിക്കുക, സ്പർശിക്കാതിരിക്കുക. അതാണ് അതിന്റെ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. അടുത്ത് നോക്കി, ഇതിനകത്ത് ഒരുപാട് നമുക്കിവിടെ കൊടുത്തേക്കുന്ന എന്താ? നേത്ര രോഗങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നേത്ര രോഗങ്ങളെ പറ്റി നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് നോട്ട്സ് കൂടെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ PDF നമ്മുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിനകത്ത് നമ്മൾ നിശാന്തത എന്താണെന്ന് പറയുന്നുണ്ട്. സിറോഫ്താൽമിയ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഈ സിറോഫ്താൽമിയ ഒക്കെ കേട്ടോ. കഴിഞ്ഞ വട്ടവും ചോദിച്ചതേ ഉള്ളൂ. വർണ്ണാന്തത പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, ഗ്ലോക്കോമ പറയുന്നുണ്ട്. തിമിരം, ചെങ്കണ്ണ്, ദീർഘദൃഷ്ടി, അതേപോലെ തന്നെ ഹ്രസ്വദൃഷ്ടി, വിഷമദൃഷ്ടി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കോളുക. നമ്മൾ PDF നോട്ടായിട്ട് തന്നെ നൽകും. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്നതാണ് സ്നെല്ലർ ചാർട്ട്. എന്താണ് സ്നെല്ലർ ചാർട്ട് എന്ന് പറയുന്നത്? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, കണ്ണുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, PND കാണാൻ ചെന്നാൽ നമ്മുടെ കണ്ണ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചാർട്ട് തരും അല്ലെ. ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ളതാണ് സ്നെല്ലർ ചാർട്ട്. അപ്പൊ എന്താ? കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലർ ആണ് ഇത് തയ്യാറാക്കിയത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധൻ ആയ ഹെർമൻ സ്നെല്ലർ ആണ് ഇത് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഇത് തയ്യാറാക്കിയത് എന്നൊന്ന് ഓർത്തിരിക്കാം. അടുത്തതാണ് സ്മാർട്ട് കെയിൻ. എന്താണ് സ്മാർട്ട് കെയിൻ എന്ന് പറയുന്നത്? വഴി കണ്ടെത്താൻ സഹായിക്കും അല്ലെ. കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് സ്മാർട്ട് കെയിൻ. അന്ധരായ വ്യക്തികൾക്ക് വഴി കണ്ടെത്താൻ സഹായിക്കും. തടസ്സം കണ്ടെത്താൻ അല്ലെ. എന്തുമൂലമാ? ഈ അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കാണാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ കണക്ടിവിറ്റി. സ്മാർട്ട് കെയിനുകൾ ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. ഇനി വീഴ്ച കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാൽ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം. ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം ഈ സ്മാർട്ട് കെയിനിന്റെ പ്രത്യേകതയാണ്. ദത്തശേഖരണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വരെ പോകുന്നു, ഒരാൾ എത്ര ദൂരം ഈ സ്മാർട്ട് കെയിൻ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ യാത്ര ചെയ്ത ദൂരം,
നടത്ത വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. അപ്പൊ സ്മാർട്ട് കീന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരോഗ്യ വകുപ്പിന്റെ ലഘുലേഖയിൽ ചിത്രങ്ങളും നിർദ്ദേശങ്ങളും നോക്കും. ആരോഗ്യ വകുപ്പിന്റെ ലഘുലേഖയിലെ ചിത്രങ്ങളും നിർദ്ദേശങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം. അപ്പൊ നോക്കൂ, ഒരു കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ണുകൾ എന്ത് ചെയ്യാതിരിക്കുക? തിരുമാതിരിക്കുക. നമുക്കെല്ലാം ഉള്ള കുഴപ്പമാണ്, നമുക്കൊരു പൊടി വീണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തിരുമും അല്ലെ. എന്നാൽ പെട്ടെന്ന് തിരുമരുത്. ജസ്റ്റ് ഒരു തണുത്ത വെള്ളത്തിൽ മുഖം നല്ലപോലെ വാഷ് ചെയ്ത്, കണ്ണിലേക്ക് വെള്ളം തെറിപ്പിച്ച് വാഷ് ചെയ്യുകയും ചെയ്യാവൂ, അല്ലാതെ തിരുമരുത് എന്നാണ് പറയുന്നത്. മറ്റൊരാളെയും കൊണ്ട് ഊതിക്കുകയും ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം അവരുടെ വായ്ക്കകത്തുള്ള രോഗാണുക്കൾ നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV മുതലായവ തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതെല്ലാം നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് എനിക്കറിയാം. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ്. നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് പലർക്കും കേൾവി തകരാറുകൾ സംഭവിക്കാറുണ്ട് അല്ലെ. കേൾവി തകരാറുകളുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ എന്ന് പറയും. അപ്പൊ എന്താ ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്? പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനമുള്ള വിവിധ തരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും. അങ്ങനെയാണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ, ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപാക്ട് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരാം, ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള ചികിത്സാ രീതി ഏതാണ്? കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയാണ്. പഠിച്ചിരുന്നോളുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മറന്നു പോവല്ലേ. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള ഒരു ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ മൂക്കിലേക്ക് വരാം. നമ്മൾ കണ്ണ് അവിടെ കഴിഞ്ഞു, ചെവിയും കഴിഞ്ഞു. കണ്ണ്, ചെവി എന്നീ രണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. അടുത്തത് മൂക്കാണ്. മൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്, എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം? എന്തായിരിക്കും കാരണം? നോക്കാം. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ല, ഇല്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. അപ്പം മനസ്സിലാക്കാം, മൂക്കിനുള്ളിലെ എപ്പോഴും ഈർപ്പം വരാൻ കാരണം എന്താണ്? മൂക്കൊരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിന്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം. അപ്പൊ ജലദോഷം എന്താണ്? മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ജലദോഷം എന്ന് പറയുന്നത്. നമ്മൾ പറയും മൂക്കങ്ങ് ഒലിക്കാണ്, മൂക്കൊലിപ്പാണ്. എന്താണ്? നമ്മുടെ മൂക്കിനകത്തൊരു ഈർപ്പം ഓൾറെഡി ഉണ്ട്. ആ ഈർപ്പം എന്തുകൊണ്ടാണ് വരുന്നത്? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലമാണിത് ഈ ഒരു ഈർപ്പം ഉണ്ടാകുന്നത്. അപ്പൊ മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യുന്നതാണ് ആ സ്രവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം എന്ത് ചെയ്യുന്നു? കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതാണ് നമുക്ക് ജലദോഷമായിട്ട് മാറുന്നത്. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് നമുക്ക് മണം അറിയാത്തത്. അപ്പം രണ്ട് കാര്യം പറഞ്ഞത്. എന്താണ് മൂക്കൊലിപ്പിന്റെ ആ ഒരു കാര്യം. ഇനി രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ഈ മൂക്കൊലിപ്പ് വരുമ്പോൾ നമുക്ക് മണം അറിയാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാ? കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണം അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും.
ഗന്ധകണികകൾ അങ്ങോട്ട് പോകില്ല. അങ്ങോട്ട് പോകാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മണം അറിയാൻ സാധിക്കില്ല. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി? അങ്ങനാണെങ്കിൽ നോക്കൂ, മൂക്കിന്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? മൂക്കിൽ യാതൊരു വസ്തുക്കളും ഇടരുത്, ശക്തിയായി മൂക്ക് ചീറ്റരുത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് അങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അടുത്തത് രുചിയെ പറ്റിയാണ്. അപ്പം കണ്ണ്, ചെവി, മൂക്ക്, അടുത്തത് രുചി. രുചി എന്താ? നാവാണ് അല്ലെ? നാവിനെ പറ്റിയാണ് അടുത്ത പറയുന്നത്. നോക്കൂ, നന്നായി ചവച്ചരിച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത്? എങ്ങനെയാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അണിഞ്ഞ് നാവിലുള്ള സ്വാദു കുമിളകളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. അപ്പൊ രുചി നമ്മൾ എങ്ങനെ അറിയുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരുമായി കൂടിച്ചേർന്ന് നാവിലുള്ള സ്വാദു കുമിളകളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. അപ്പം സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ് അടുത്ത പടിക്കാണ് ത്വക്ക്. രുചിയെ പറ്റി അത്രയും നമുക്ക് കൊടുത്തിട്ടുള്ള 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, നിങ്ങൾ ഓർക്കുക. 5ാം ക്ലാസ്സിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ വേർഷൻ എടുക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് അത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ത്വക്കിനെ പറ്റി പറയാണ്. ത്വക്ക് കേട്ടോ, ത്വക്ക് എന്താണ്? സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് അല്ലെ? ഞാൻ ഈ പെൻസിൽ തൊട്ടു. ഈ പെൻസിൽ ഞാൻ തൊട്ട് എങ്ങനെ അറിഞ്ഞത്? ഞാൻ കണ്ണടച്ചാലും ഒരു സ്പർശനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പെൻസിലാണ് എന്ന്. അപ്പൊ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം പഠിച്ചു വെച്ചോളുക. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഏത്? ത്വക്ക് എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിപ്പിക്കാതെ ആര് തടയുന്നു? ത്വക്ക് തടയുന്നു. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലൂടെ വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. ക്ലിയർ ആയോ? ത്വക്കിനെ പറ്റി 4 കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്ന്, വ്യത്യസ്ത വസ്തുക്കളെ സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. രണ്ടാമത്തത്, ചൂട്, തണുപ്പ് തുടങ്ങിയവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. 3, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിപ്പിക്കാതെ തടയുന്നത് ആരാണ്? ത്വക്കാണ്. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ ത്വക്കിനെ പറ്റി? അങ്ങനെയാണെങ്കിൽ ത്വക്കിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്തൊക്കെ ചെയ്യണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം. മീൻസ് കുളിക്കണം. ത്വക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ക്ലിയർ ആയി. അപ്പൊ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 പഠിച്ചു. കണ്ണ്, കേൾവി അല്ലെങ്കിൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഒന്നുകൂടെ പറയാണ്, നമ്മൾ ആദ്യം പഠിച്ച ഏതായിരുന്നു? കണ്ണായിരുന്നു. കണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ നേത്രവൈകല്യങ്ങൾ പഠിച്ചു. അത് ക്ലിയർ ആയിട്ട് നേത്രവൈകല്യങ്ങൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് നേത്രവൈകല്യങ്ങൾ. രണ്ടാമത്തത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഓരോ ജീവികൾക്കുമുള്ള പ്രത്യേകതകൾ, കണ്ണിനുള്ള പ്രത്യേകതകൾ. അതിൽ മരയോന്ത് പഠിച്ചിരുന്നോളുക. മരയോന്ത്, പൂച്ചയും മൂങ്ങയൊക്കെ പഠിച്ചിരുന്നോളുക. ദെൻ അടുത്ത് നമ്മൾ നേത്ര രോഗങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ അതിനെ മറികടക്കാനുള്ള സ്നെല്ലർ ചാർട്ട്. എന്തായിരുന്നു സ്നെല്ലർ ചാർട്ട് എന്ന് പറഞ്ഞത്? നമുക്ക് നേത്ര വൈകല്യം തിരിച്ചറിയാൻ അല്ലെങ്കിൽ കാഴ്ച പരിശോധിക്കാനായിട്ട് സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. ദെൻ അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്മാർട്ട് കെയിൻ പഠിച്ചു അല്ലെ? സ്മാർട്ട് കെയിൻ എന്താണ്? ഈ കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ ഉപയോഗിക്കുന്നതാണ് സ്മാർട്ട് കെയിൻ. അപ്പോൾ ആലോചിക്കുക, സ്മാർട്ട് കെയിൻ മാത്രമേ ഉള്ളോ? അല്ല. ടാക്ടൈൽ വാച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടാക്ടൈൽ വാച്ച് കാഴ്ച പരിമിതി നേരിടുന്നവർ ഉപയോഗിക്കുന്നതാണ് ടാക്ടൈൽ വാച്ച്. ഓർബിറ്റ് റീഡർ, ലുക്ക് ഔട്ട് ആപ്പ്, ഇതെല്ലാം ഈ കാഴ്ച പരിമിതി ഉള്ളവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ശ്രവണ സഹായികൾ. ചെവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രവണ സഹായികൾ എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. എന്താ? ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിശോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പഠിച്ച ഏതാണ്? മൂക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ജലദോഷം വരുമ്പോൾ
മണം അറിയാതിരിക്കുന്നത്, അതേപോലെ ജലദോഷം മൂക്കൊലിപ്പിന്റെ കാരണം, അത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. ദെൻ രുചിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു പോയിന്റേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അണിഞ്ഞ് നാവിലുള്ള സ്വാദു കുമിളകളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി തിരിച്ചറിയുന്നത്, രുചി മനസ്സിലാക്കുന്നത്. ദെൻ അടുത്തത് ത്വക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. അത് നമ്മൾ എവിടാ പറഞ്ഞേ? മുതലയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ, മുതലയുടെ ശരീരം പാറ പോലെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ പോലും അത് തിരിച്ചറിയും. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏഴാമത്തെ പാഠം, 5ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠം ഇന്ദ്രിയജാലം. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കാം. ഇതിന്റെ PDF നോട്ട്സ് നമ്മുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം ക്ലിയർ ആയിട്ട് പഠിക്കാം. നേത്ര വൈകല്യങ്ങൾ കൂടുതൽ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസ് കാണാം കേട്ടോ. അതുമായി ബേസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ക്ലാസ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ, അത് കാണാം. അല്ല എങ്കിൽ ഇനി നമ്മൾ വരും കണ്ടന്റ് കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തും ഇനി വരുന്ന ക്ലാസ്സുകളിൽ, അപ്പോൾ ആയാലും കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കും. ഇതിപ്പോ ബേസ് ആണ്, 5ാം ക്ലാസ്സിലെ പുസ്തകം നമുക്കറിയാം അത് ബേസ് ആണ്. ആ ബേസ് മുതലേ നമ്മൾ പഠിച്ചു പോവാണ്. ആ ബേസ് നിങ്ങൾ ആദ്യം ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ ആണേ? അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.